നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ചെടികൾ വാങ്ങിച്ചവരുടെ. ചേച്ചി കാരക്കോണം മെഡിക്കൽ കോളേജിൽ എൻ്റെ അനിയനെ വയ്യാതെ കിടക്കെ നോക്കിയിട്ടും തിരിഞ്ഞ് മഞ്ചോള നെയ്റ്റിങ്കര ബസ്സിലാണ് ഞാൻ വന്നത്. കാരക്കോണം മെഡിക്കൽ കോളേജിൽ അനിയൻ വയ്യാതെ കിടക്കുന്നു. എന്ത് പറ്റി? 2001 ആണോ അനിയൻ്റെ ജനിച്ച വർഷം? 2001 അല്ല, 2002. അപ്പം ഏജ് കൂടുതല. 2002. എടാ അവനെ അങ്ങോട്ട് മാറി നിൽക്കോ, ഇവിടെ വന്നില്ലേ. എടാ അവനൊരു ചേച്ചിക്ക് അനിയനുണ്ടോ? ഉണ്ട്, എനിക്ക് അനിയനുണ്ട്. പിന്നെ അവനാണെങ്കിൽ ഒരു വണ്ടി വാങ്ങിച്ചു, V3 ആണേ. അത് വാങ്ങിച്ചിട്ട് ഇപ്പം 4 വർഷമായി. അപ്പം പുതിയ വണ്ടിയാണ്, പുതിയ വണ്ടി. അപ്പം CC ഒക്കെ അടച്ചാണ് അവൻ വാങ്ങിച്ചത്. അപ്പം ഫസ്റ്റ് ഞാൻ വീട്ടിൽ ചെന്ന് നിന്ന സമയത്ത് അവനത് എടുത്തത്. ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് നിന്ന സമയത്താണ് അവനത് എടുത്തത്. അപ്പോഴും ഞാൻ കുറച്ച് പൈസ കൊടുത്ത് സഹായിച്ചായിരുന്നു കേട്ടോ വണ്ടി എടുക്കാൻ. അപ്പോൾ പുള്ളിക്കാരൻ ആഗ്രഹിച്ച് വണ്ടി എടുത്തിട്ട് അത് CC അടഞ്ഞ് തീർന്നത് ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ്. CC അടഞ്ഞ് തീർന്നത്, എല്ലാം അടഞ്ഞ് തീർന്നു. അപ്പോൾ അവൻ അവനുണ്ടല്ലോ ഒരു ദിവസം ഇവൻ്റെ നമ്പർ പ്ലേറ്റ് ഒരു ദിവസം ഇല്ലാതെ മറ്റേ ഞങ്ങളുടെ വീട് കഴിഞ്ഞിട്ടൊരു പാലമുണ്ട്, ആ പാലത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയായിരുന്നു. നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പം ആ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഇവന്മാരെന്താ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ എന്തോ കൊണ്ടുവച്ചതെന്ന് അറിയത്തില്ല. അപ്പം നമ്പർ പ്ലേറ്റ് ഇല്ലാതെ അവിടെ ഇരുന്നപ്പോഴത്തേനും അന്ന് അവിടെ എന്നിട്ട് ഇവന്മാരെന്തോ ജോലിക്കാണ് പോയത്. വണ്ടി അവിടെ വെച്ചിട്ട് ബസ്സിലാണ് ഇവർ ജോലിക്ക് പോയത്. അങ്ങനെ ബസ്സിൽ വണ്ടി അവിടെ വെച്ചിട്ട് ജോലിക്ക് പോയെടുത്ത് അപ്പോഴും ഇവർ ജോലി സ്ഥലത്താണ്. വൈകുന്നേരം വന്നെടുത്തിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. അപ്പം ഈ നമ്പർ പ്ലേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് കൊണ്ടുപോകാതെ റോഡ് വരെ മെയിൻ റോഡിൽ കയറ്റാതെ പാലത്തിൻ്റെ മെയിൻ റോഡ് പാലം ഉണ്ടല്ലോ അതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട്, നമ്മുടെ സ്ഥലമാണത്, അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവർ ബസ്സിൽ കയറിപ്പോയത്. അപ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേനും പോലീസുകാരൊക്കെ വന്ന സമയത്ത് അവിടെ എന്തൊക്കെയോ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോഴത്തേനും ഈ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഇരിക്കുന്ന വണ്ടിയും കൂടി ഇവരെടുത്തോണ്ട് പോയി. അപ്പം ഇവർ പറഞ്ഞത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വേറെ ഏതൊക്കെയോ പയ്യന്മാർ ഈ പോലീസുകാരെ ചീത്തയൊക്കെ വിളിച്ചായിരുന്നു. അപ്പോഴത്തേനും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഈ വണ്ടിയുടെയൊക്കെ ഉടമസ്ഥരും ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ വണ്ടി എടുത്തുകൊണ്ട് പോയതും പിന്നെ നമ്പർ പ്ലേറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് വണ്ടി എടുത്തേണ്ടത്. എന്നിട്ട് പിന്നെ ഇവർ പറഞ്ഞ് ഞങ്ങൾ പ്രശ്നത്തിലൊന്നും, ഇവർ ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞങ്ങളിത് ഈ പ്രശ്നത്തിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എല്ലാം എഴുതി കൊടുത്ത് വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ ആ വണ്ടിയിൽ അവർ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. പുതിയ വണ്ടിയാണെന്ന് ആലോചിക്കണം. അതിൻ്റെ എല്ലാം അടിച്ച് പൊട്ടിച്ച് അതിൻ്റെ എന്തൊക്കെയൊക്കെയോ അവനൊരു 35,000 രൂപയുടെ പണിയാണ് ആ വണ്ടിക്കകത്ത് ഈ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ചെയ്തത്. ഒരു 35,000 രൂപയുടെ പണി അവൻ അതിനകത്ത് ചെയ്തു വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അതിന് കംപ്ലയിൻസ് വന്നുകൊണ്ടിരിക്കുക. അവരെന്തൊക്കെയായ വണ്ടിക്കകത്ത് ആ പോലീസുകാർ കാണിച്ചു വെച്ചെന്ന് അറിയത്തില്ല. അങ്ങനെ പിന്നെ അവൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി അങ്ങനെ തന്നെയാണ് അവർ ചെയ്തു വെച്ചത്. പിന്നെ വക്കീലിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ വക്കീൽ പറഞ്ഞത് നമ്മളിനി ഇതിൻ്റെ പുറകെ പോയി തൂങ്ങി ഒരു പ്രശ്നമാക്കി പോലീസുകാരുടെ ഇടയിൽ നമുക്കൊരു വൈരാഗ്യം വെച്ച് കൊടുക്കണ്ട. ഇനിയിപ്പോൾ ഇവർ ഗൾഫിലൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്നതല്ലേ, വല്ല കേസോ മറ്റൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാകും. അതുകൊണ്ട് നിങ്ങളിനി ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അത്രയും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച വണ്ടി അവർ തൊലച്ചു വെച്ചു. പിന്നെ അവസാനം അവനത് വിറ്റിട്ട് ഇപ്പം വേറെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് എടുത്തിട്ട് കൊണ്ടു നടക്കുന്നത്. അതങ്ങനെ പോയി. ഗൗരി ദാസപ്പനൊന്നും വന്നില്ലേ, കണ്ടില്ല. എടാ കുഴിപ്പളത്ത് ഒരു ഗാർഡൻ ഉണ്ടല്ലോ, കുഴിപ്പളം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒരു വലിയ ഗാർഡൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഗാർഡനിൽ ചെടികൾ നല്ല വില കുറച്ച് കിട്ടുമെന്ന് തോന്നുന്നു. എന്തൊക്കെ ഉണ്ട് വിശേഷം? ഹാപ്പി അല്ലേ? യെസ് ഹാപ്പിയാണ്. നിനക്കറിയാമോ കുഴിപ്പളത്തെ?